പശ്ചിമ ബംഗാളിൽ ഇനി 4 വിവാഹം കഴിക്കുന്നവർക്ക് പണി കിട്ടിയിരിക്കുമെന്ന് അമിത്ഷാ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് വ്യക്തമായൊരു പ്രഖ്യാപനം നടത്തിയത്. അതിൽ നടപടി ഉണ്ടായിരിക്കും, ഉറപ്പാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അസം മുഖ്യമന്ത്രിയെ ചുമതലയേറ്റതിന് പിന്നാലെ നിർണായകമായ നീക്കമായി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തിയിട്ടുണ്ട്. 4 വിവാഹം ശീലിച്ചവരെ ഓട്ടിച്ചിട്ട് പിടിച്ചിരിക്കും. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം നടന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം. സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ്, അസമിൽ ഏകീകൃത സിവിൽ കോഡ് അത് നടപ്പാക്കിയിരിക്കും മാസങ്ങൾക്കകം എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബില്ലിൻ്റെ കരട് മെയ് 26 ചേരുന്ന നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാതി, മതം, ലിംഗഭേദം എന്നിവയ്ക്ക് അതീതമായി എല്ലാ പൗരന്മാർക്കും തുല്യമായ വ്യക്തി നിയമങ്ങൾ ഒരേപോലെ ഉറപ്പാക്കുകയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് അസമും ഉദ്ദേശിക്കുന്നത്. സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കരട് രേഖയ്ക്ക് മന്ത്രിസഭയോഗം അംഗീകാരം നൽകി കഴിഞ്ഞു. ഇത് ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. നിയമം ആക്കുന്നതിന് മുമ്പായി ഇത് സഭയിൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കും. ചില കാര്യങ്ങളിൽ ചിലർക്ക് ചിലതാകാമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അസമിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി അതിന് മാറ്റം വരും. ചിലർക്ക് പകരം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും എല്ലാ മതസ്ഥർക്കും നിയമം ഒരേ തരത്തിൽ ബാധകമാകും. വിവാഹവും വിവാഹമോചനവും അത് രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. പിന്തുടർച്ച അവകാശം അടക്കമുള്ളതിൽ വിവാഹങ്ങൾ ഏകീകൃതമായി നടപ്പാക്കുന്നതിൽ ഒക്കെ വളരെ വ്യക്തമായ തീരുമാനമുണ്ടാകും. കുട്ടികളെ ദത്തെടുക്കുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളിലും വ്യക്തമായ ഭേദഗതികളും കരട് ചട്ടങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്ത് തുടർച്ചയായി 2ാം വട്ടവും BJP അധികാരത്തിലെത്തിയ പിന്നാലെയാണ് ഈ ശക്തമായ നീക്കം ഹിമന്ത ബിശ്വ ശർമ്മയുടേത്. നിലവിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത വ്യക്തി നിയമങ്ങൾ അത് അസം എന്ന സംസ്ഥാനത്തിന് ഏറെ ഹാനികരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് പൊതുവായൊരു സിവിൽ നിയമം നടപ്പാക്കാൻ പോകുന്നത്. മെയ് 26 അസം നിയമസഭയിൽ ഈ ബില്ലിൻ്റെ കരടെത്തുന്നതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ചർച്ചകളുണ്ടാകുമെന്നതിൽ ഒരു സംശയമില്ല. അസം മാത്രമല്ല, കേരളം വരെ ചർച്ച ചെയ്യും ആ ഏകീകൃത സിവിൽ കോഡ് വേണമോ വേണ്ടയോ എന്ന്.